നമുക്കിന്നിവിടെ ഒരു ചക്കപ്പൂഞ്ഞ് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇതാ പൂഞ്ഞ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച്, കുറച്ച് തേങ്ങ എടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളക് കുറുകെ പൊളന്നത്, കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു 10 ചക്കക്കുരു കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് മുളക് നമ്മൾ ചതച്ച് വെച്ചത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തുള്ളി വെള്ളം ഒഴിക്കുക. അതിന് നമുക്ക് കുക്കറിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇത് കുക്കറിലോട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ ഇരിക്കട്ടെ. ആ ടൈമിൽ നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. ചതക്കേ ചെയ്യാവൂ. 2 വിസിൽ കേട്ടതിന് ശേഷം അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം. തേങ്ങയെല്ലാം നമ്മൾ ചതച്ചത് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു വറ്റൽമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. എല്ലാം ഒന്നിളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ അരപ്പിൽ മിക്സിയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഈ കുറഞ്ഞ ചൂടാണ്. 5 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് തുറന്നിരുന്ന് വേട്ടെ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ലാസ്റ്റ് നമുക്ക് അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചതച്ചത് ഒന്നിട്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് വിതറി അതിന് ജസ്റ്റ് ഒന്ന് ഇളക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചക്കപ്പൂഞ്ഞ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ.